College Kochi, Mundamberi near Thokumbadi, Kochi. Contact 0484 298067 7902980067. ഇംഗ്ലീഷ് ഭാഷ അമിത് ഷായുടേത് സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടെന്ന് മന്ത്രി ആർ ബിന്ദു. ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട് അമിത് ഷായുടേത് സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടാണെന്നും ഒരാൾ എത്ര ഭാഷ പഠിക്കുന്നുവോ അത്രയും നല്ലതാണെന്നും ഇംഗ്ലീഷ് ലോകഭാഷയാണെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മനുഷ്യരെ ബന്ധിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഭാഷയാണ്. അമിത് ഷായുടെ നിലപാട് കുട്ടികളുടെ ആശയ ലോകത്തെ ഇടുങ്ങിയതാക്കും. ഭാഷാ പരിഷ്കരണം എന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കലല്ല. ഗവർണർ രാജ്ഭവനെ RSS പ്രചരണത്തിനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നത് ശരിയല്ല. ആരിഫ് മുഹമ്മദ് ഖാനാണ് തുടക്കമിട്ടത്. ഭരണഘടനയാണ് വന്ദിക്കേണ്ടത്. RSS ബിംബങ്ങൾ ശേഖരിച്ചു വയ്ക്കാനുള്ള ഇടമായി രാജ്ഭവനെ തരംതാഴ്ത്തരുതെന്നും മന്ത്രി പറഞ്ഞു. അമിത് ഷാ പ്രതിനിധാനം ചെയ്യുന്ന സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടാണ്. ഒരാൾ എത്ര ഭാഷ പഠിക്കുന്നുവോ അത്രയും നല്ലതാണ്. ഭാഷ ആശയവിനിമയ ഉപാധിയാണ്. ഒരാളുടെ അനുഭവ ലോകം വിസ്തൃതമാക്കാൻ എത്രമാത്രം ഭാഷകൾ പഠിക്കുന്നുവോ അത്രയും ഗുണപ്രദമാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഇന്ന് ലോകഭാഷയാണ്. അത് ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാകാം. പക്ഷേ ഇന്ന് മനുഷ്യരെ കണക്ട് ചെയ്യുന്നതിന് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഒരു ഭാഷയായിട്ടാണ് അത് നിലകൊള്ളുന്നത്. ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഒരു അനിവാര്യത കൂടിയായി തീരാണ്. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദി അല്ല ഇന്ത്യയുടെ മാതൃഭാഷ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ത്യ ഭാഷാ വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ സമൃദ്ധമായ വൈജാത്യങ്ങളും അനന്തമായ വൈവിധ്യങ്ങളുമാണ്. അതെ, ഭാഷാ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കലല്ലോ. ഹിന്ദി ഏതാനും സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്നു. പക്ഷേ അതല്ലാതെ ധാരാളം ഭാഷകൾ ഇന്ത്യയിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. ഔദ്യോഗിക ഭാഷയായിട്ട് 22 ഭാഷകളെ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സംസാര ഭാഷ എന്ന നിലയിലും ലിഖിത ഭാഷ എന്ന നിലയിലും ഒക്കെ ഒരുപാട് വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു സഞ്ചിത നിധിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യം എന്ന് പറയുന്നത്. അതിനു മുന്നിൽ താണുവണങ്ങാൻ മന്ത്രിമാരെ നിർബന്ധിക്കരുതെന്നും പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് ഗവർണറാണെന്നും മന്ത്രി ശിവൻകുട്ടി സ്വീകരിച്ചത് ശരിയായ നിലപാടാണെന്നും അതുതന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി. ഗവർണറും മന്ത്രിമാരും തമ്മിലുള്ള അകൽച്ച എന്നല്ല അതിനെ പറയേണ്ടത്. അത് ആശയപരമായിട്ടുള്ള ഒരു വൈരുദ്ധ്യങ്ങൾ തന്നെയാണ്. ഗവർണർ രാജ്ഭവനെ, ഔദ്യോഗിക വസതിയെ RSSന്റെ പ്രചാരണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇത് ആരംഭിക്കുന്നത്. ഇപ്പോൾ RSSന്റെ ആശയ പ്രചരണത്തിനുള്ള കേന്ദ്രമായിട്ട് രാജ്ഭവനെ മാറ്റിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.